യെസ്, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നോക്കാം. ആദ്യമായിട്ട് ഇലിസ്ട്രേഷൻ നമ്പർ 1. M Cooperative Marketing Society, Kolkata, is a cooperative society incorporated under Cooperative Societies Act 1912 and is engaged in marketing of agriculture produce grown by its members. അപ്പോൾ മെമ്പേഴ്സിന്റെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ, കൊൽക്കട്ടയിലുള്ളവര്. ആൻഡ് ഫ്രം 1st April 2022 അവർ എന്താ ചെയ്തതെന്നുള്ളത് നോക്കാം. ഇറ്റ് ഓപ്പൺഡ് എ പബ്ലിക് ഗ്രോസറി ഷോപ്പ്. അവരൊരു പബ്ലിക് ഗ്രോസറി ഷോപ്പ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ? അല്ല, ഈ ഗ്രോസറി ഷോപ്പ് ഫോർ ദി ജനറൽ പബ്ലിക് ആണെന്നുള്ളവർക്ക് വിത്ത് സ്പെഷ്യൽ പെർമിഷൻ ഫ്രം ദി അതോറിറ്റീസ് കൺസേൺ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് ഈ പറയുന്ന ഗ്രോസറി ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ഇറ്റ് ഡിറൈവ്ഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 40,000 ഫ്രം മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അപ്പൊ ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അപ്പൊ ഇവർക്ക് രണ്ട് ആക്ടിവിറ്റീസ് ആണല്ലോ ഉള്ളത്. ഒന്ന് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്, അതിൻ്റെ അകത്ത് 40,000 രൂപ കിട്ടി. ആൻഡ് 60,000 ഫ്രം ദ ഗ്രോസറി ഷോപ്പ് ഇൻ ദ അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, അപ്പം ഈ പുതിയതായിട്ട് തുടങ്ങിയ ഗ്രോസറി ഷോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് 60,000 രൂപയും കിട്ടി. The society considers that its profit from both the business are exempt from tax in its hands. Now, exempt എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സെക്ഷൻ ആണെന്ന്? 80P എന്ന് പറയുന്ന സെക്ഷൻ അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻകത്തിനെ എക്സംപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഏരിയ. അപ്പം 80Pക്കകത്ത് ഇത് രണ്ടും കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇവരുടെ ക്ലെയിം എന്ന് പറയുന്നത്. ഡിസ്കസ് ഹൗ ഫാർ ദ സൊസൈറ്റീസ് വ്യൂ ഈസ് ലീഗലി ടെനബിൾ. ഓക്കെ, ലീഗലി അത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ആൻഡ് ഓൾസോ കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബൈ ദി സൊസൈറ്റി ഫോർ ദി അസസ്മെന്റ് ഇയർ 23-24. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ 40,000 രൂപ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് മെമ്പേഴ്സ്, അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അത് നമുക്ക് സ്ട്രൈറ്റ് അവേ 80Pക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ 60,000 ഉണ്ടല്ലോ, ഇത് പബ്ലിക്കിന് വേണ്ടി, ജനറൽ പബ്ലിക്കിന് വേണ്ടി ഗ്രോസറി ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് കിട്ടിയ ഇൻകമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ A and B കണ്ടായിരുന്നു. A and B കഴിഞ്ഞിട്ട് സിക്കകത്ത്, പോയിന്റ് നമ്പർ സിക്കകത്ത്, ഇൻ കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ഇൻ ആക്ടിവിറ്റി അതർ ദാൻ ദോ സ്പെസിഫൈഡ് ഇൻ A and B, അതായത് A and Bക്കകത്ത് പറഞ്ഞേക്കുന്ന അല്ലാത്തതായിട്ടുള്ള ബിസിനസിന്റെ കാര്യത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും 50,000 വരെ കുറയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടായിരുന്നു. 50,000 വരെ. ഓക്കെ, അത് കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതുക, 1,00,000 വരെ കുറയ്ക്കാൻ പറ്റും എന്ന്. അപ്പം ഈ പറയുന്ന ഗ്രോസറി ഷോപ്പ് അത് ഒരു കാരണവശാലും കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അത് ജനറൽ ഒരു ഗ്രോസറി ഷോപ്പാണ്, ജനറൽ ബിസിനസ് ആണ്. അപ്പൊ ആ 60,000ന്റെ അകത്ത് 50,000 വരെ കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള 10,000 അവിടെ ടാക്സബിൾ ആയി മാറും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. നോക്കിയോ, ഔട്ട് ഓഫ് ഇൻകം ഓഫ് ഗ്രോസറി ഷോപ്പ് ഓഫ് 60,000, 50,000 ഷാൽ ബി ഡിഡക്റ്റഡ്. നമ്മളിപ്പം കണ്ട 50,000 ഇല്ലേ, അതുവരേക്കും ഡിഡക്ട് ചെയ്യാൻ പറ്റും ഫ്രം ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. Thus, the society will pay tax on 10,000 only. ഈ പറയുന്ന ആദ്യത്തെ 40,000 ഇല്ലേ, അത് ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഡക്റ്റബിൾ അണ്ടർ 80P. ഓക്കെ, അപ്പൊ ഈ 10,000 മുകളിൽ ടാക്സ് കൊടുക്കുന്നു. നമുക്ക് റേറ്റ് ഓഫ് ടാക്സ് അറിയാം. ആദ്യത്തെ 10,000 രൂപ വരെ 10%. സോ 1,000 രൂപയാണ് ടാക്സ്. അതിൻ്റെ അകത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% വന്നു കഴിയുമ്പോഴത്തേക്കും 1,040 ആണ് അവിടുത്തെ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് ഇലിസ്ട്രേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? അടുത്തത് ഇലിസ്ട്രേഷൻ നമ്പർ 2 നമുക്ക് നോക്കാം. കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോളേജിലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആഗ്രയിലുള്ള ഹാഡ് ഫോളോയിങ് ഇൻകം ഡ്യൂറിംഗ് ദി ഇയർ എൻഡ് 31st March 2023. ഇൻകം ഫ്രം കോളേജ് ക്യാൻറ്റീൻ. കോളേജ് ക്യാൻറ്റീൻ്റെ അതിന് കിട്ടിയ ഇൻകം, അത് നമ്മൾ പറഞ്ഞ ഈ പറയുന്ന 80P ഡിസ്കസ് ചെയ്തപ്പോൾ എവിടെയും അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല അല്ലെ. അപ്പം ഈ പറയുന്ന 10,000 അഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് 80Pയുടെ ഒന്നും കുറയ്ക്കാനില്ല. അതർ ജനറൽ ബിസിനസിൻ്റെ അകത്ത് 50,000 കുറയ്ക്കാൻ പറ്റുമല്ലോ. ആ 50,000 അഗെയിൻസ്റ്റ് ആയിട്ട് ഈ 10,000 യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻകം ഫ്രം ജനറൽ മെർച്ചൻഡൈസ് ബിസിനസ്. ജനറൽ മെർച്ചൻഡൈസ് ബിസിനസ്സും അത് അതർ ബിസിനസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഈ 43 10 53 അഗെയിൻസ്റ്റ് ആയിട്ട് 50,000 വരെ കുറയ്ക്കാൻ പറ്റും അല്ലെ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കാം. ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ഗിവൺ ടു മെമ്പേഴ്സ്.
ഈ ക്രെഡിറ്റ് ഫെസിലിറ്റി ഗിവൺ ടു മെമ്പേഴ്സിന് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. നേരെ ATPയിലേക്ക് പോക്കെ. ATPന്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് എക്കകത്ത് ഒന്നാമതായിട്ട് ക്യാരിങ് ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് ഓർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പം മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും PGBP കിട്ടുവാണെങ്കിൽ അതും ATPക്കകത്ത് നമ്മൾ കുറയ്ക്കാമെന്ന് നമ്മൾ കണ്ടല്ലോ. സോ അത് ബാങ്കിങ് ആയിട്ടോ ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വഴിയായിട്ടുള്ള PGBP കുറയ്ക്കാം എന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഈ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇലിസ്ട്രേഷൻ നമ്പർ 2ലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഗിവൺ ടു ഇസ് മെമ്പേഴ്സ് 8,000, ഇതിനെ എൻറ്റയർലി നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 10,000 rupees. ഇത് ഈ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇത് PGBP അല്ല IFOSന്റെ അകത്താണ് വരുന്നത്. സ്പെസിഫിക് ആയിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നുമില്ല. ടാക്സബിൾ ഇൻകം ഓഫ് ഹൗസ് പ്രോപ്പർട്ടി 6,000. നമ്മൾ ഇതിൻ്റെ അകത്ത് ATPക്കകത്ത് ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ കണ്ടായിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000-ൽ താഴെയാണ് എന്ന് കരുതുക. 20,000-ൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 20,000 ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ സൊസൈറ്റിയുടെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കാരണവശാൽ ഇതുണ്ടോ ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 താഴെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് എമൗണ്ടും 10,000 ആൻഡ് 6,000 ഇത് രണ്ടും ടാക്സബിൾ ആവും എന്നുള്ള ഓർത്തേക്കുക. പിന്നെ അടുത്തതായിട്ടുള്ള എന്താണ് ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഹെൽഡ് ഇൻ അനദർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മറ്റേതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ അതിന് കിട്ടിയതായിട്ടുള്ള ഡിവിഡൻഡ് അത് ATPക്കകത്ത് കുറയ്ക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓർമ്മയില്ലേ? എവിടെയാണ് കിടക്കുന്നത്? ഇത് പോയിന്റ് നമ്പർ Dക്കകത്ത് the whole of income by way of interest or dividends derived by cooperative society from its investment with any other cooperative society shall be deducted. So point number Dക്കകത്ത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിവിഡൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഡിവിഡൻഡ് ഇവിടെ കണ്ടതായിട്ടുള്ള ഈ ഡിവിഡൻഡ് ഉണ്ടല്ലോ എത്രയാണ് 5,000 രൂപ. ഈ 5,000 രൂപേനെ നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ചുരുക്കത്തിൽ ഇവിടെ കുറയ്ക്കാൻ പറ്റുന്നതായിട്ടുള്ള ഏതൊക്കെയാണ്? ഈ 8,000 കുറയ്ക്കാൻ പറ്റും, ഈ 5,000 കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ 10,000 ആൻഡ് 43,000 ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ടോട്ടൽ ഇതിന് 53,000 വരുന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് 50,000 കുറയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പം ഈ കാര്യങ്ങളെ നേരെ നമ്മുടെ ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇൻകം ഫ്രം സാലറി ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. ബാക്കിയുള്ള 4 ഹെഡുകൾ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ആദ്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന എഴുതുന്നു. പിന്നെ PGBP ആദ്യമായിട്ട് കോളേജ് ക്യാൻറ്റീൻ, ജനറൽ മർച്ചൻഡൈസ് ബിസിനസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് 3 എഴുതുന്നു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്, അതിൻ്റെ അകത്ത് ഡിവിഡൻഡും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. അതെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്തുനിന്ന് വളരെ ക്ലിയർ ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെ ആദ്യം ഇങ്ങോട്ട് കുറച്ച് വയ്ക്കുക. ഏതാണ്? ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് 8,000 rupees കുറയ്ക്കാൻ പറ്റും. ഡിവിഡൻഡ് ഫ്രം അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5,000 അതും കുറയ്ക്കാൻ പറ്റും. അതിനുശേഷം മാക്സിമം 50,000 വരെ കുറയ്ക്കാം. ഏതിന് അഗെയിൻസ്റ്റ് ആയിട്ട്? അതർ ബിസിനസ്. ഇവിടെ അതർ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതാണ്? കോളേജ് ക്യാൻറ്റീനും ജനറൽ മെർച്ചൻഡൈസ് ബിസിനസ്സും ഉണ്ടല്ലോ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് 50,000 വരെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഇവിടെ 50,000 കുറച്ചേക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ഇവിടെ ATPക്കകത്ത് 63,000 കുറയ്ക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കി 19,000 ആണ് ഇവിടുത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? ഇല്ല. എന്ന് പറയുമ്പോൾ ഇതിനെ സ്ട്രെയിറ്റ് അവേ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്ലാബ് റേറ്റിനകത്തേക്ക് ഇടാം. സ്ലാബ് എങ്ങനെയാണ്? ഫസ്റ്റ് 10,000-ന് 10%, അതിനുശേഷം ബാക്കിയുള്ള 9,000 ഉണ്ടല്ലോ അതിന് 20%. സോ അത് 2,800 വരുന്നു. അതിൻ്റെ അകത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി 2,912 എന്ന് പറയുന്നത് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നോട്ട് കണ്ടോ കൊടുത്തേക്കുന്നത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഇസ് നോട്ട് ഡിഡക്റ്റബിൾ ബിക്കോസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് മോർ ദാൻ 20,000. അത് നമ്മൾക്ക് മനസ്സിലായിരുന്നു. It is assumed that it is not consumers cooperative society. ഇത് കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്ന് ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്.
ഇനി കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു എന്ന് കരുതുക. ഈ 50,000-ന് പകരമായിട്ട് ഇവിടെ 1,00,000 കുറയ്ക്കാൻ പറ്റുമായിരുന്നേനെ. ഓക്കെ. അല്ലെങ്കിലും ഇതിന്റെ ഒരു നേച്ചർ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം ഇതൊരു കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്നുള്ളത് അറിയാം. കാരണം ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതൊരു കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് നോട്ട് എ കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. ഇനി അടുത്തത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 ആണ്. From following information relating to income of a cooperative society for the year 22-23, you are required to compute its total income and tax payable thereon. The society is primarily engaged in manufacturing of fruit products. Now, ശ്രദ്ധിച്ചോണേ, എന്തൊരു ബ്രാക്കറ്റ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് കൊടുത്തേക്കാണ്. ഓക്കെ. അപ്പൊ കോട്ടേജ് ഇൻഡസ്ട്രി ആണ് എന്ന് കരുതുക. ATPക്കകത്ത് ആ കോട്ടേജ് ഇതിന്റെ പ്രൈമറിലി എൻഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം പക്ഷെ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇത് കോട്ടേജ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് ഒരു ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അത് എൻറ്റയർലി ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഓർത്തേക്കണം. ഓക്കെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഈ കാര്യം ഉണ്ടല്ലോ, കോട്ടയം ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ അകത്ത് 80,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ 80,000 എൻറ്റയർലി നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈ മറ്റേതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും അത് രണ്ടും ATPക്കകത്ത് കുറയ്ക്കാമെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 16,000 റുപ്പീസും നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ദെൻ ഇൻകം ഫ്രം അതർ ബിസിനസ് ശ്രദ്ധിച്ചോണേ, അതർ ബിസിനസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 ഓർ 1 lakh ആണ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. 1 lakh ആണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ. എന്ന് പറയുമ്പോഴത്തേക്കും ഈ 78,000 എഗെയിൻസ്റ്റ് ആയിട്ട് 50,000 ഓർ 1 lakh ആ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ എന്ന് പറയുന്ന ഈ 16,000 അതിനെയും നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ ATP റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, അത് വീണ്ടും കാണുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക, പോയിന്റുകളെ മനസ്സിൽ പതിപ്പിക്കുക. ദെൻ അടുത്തായിട്ട് ഇൻട്രസ്റ്റ് ഫ്രോം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 8,000 റുപ്പീസ്. ഈ ഇൻട്രസ്റ്റ് ഫ്രോം ഗവൺമെന്റ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി 10,000. ഇത് രണ്ടും നമ്മൾ കണ്ടായിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാണ് എങ്കിൽ ഇത് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റുമെന്ന്. ഇത് നോക്കിക്കേ, ഇവിടെ ഇത്രയും വലിയ 80,000-ഉം 78,000-ഉം ഒക്കെ ഫിഗേഴ്സ് ഉള്ളപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാണോ? അല്ലല്ലോ. അപ്പം ഇത് രണ്ടും ടാക്സബിൾ ആയി മാറും. ഇൻട്രസ്റ്റ് ഫ്രോം ഗവൺമെന്റ് സെക്യൂരിറ്റീസും ടാക്സബിൾ ആവുന്നു, ഇൻകം ഫ്രോം ഹൗസ് പ്രോപ്പർട്ടി ഫുള്ളി ടാക്സബിൾ ആവുന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ 25,000 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നതാ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 25,000 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ATP ഒന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമതായിട്ട് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്ത് 20%-ലായിരിക്കും ഇതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ on examination of book of account of the society, it has been revealed that it has given a donation of 5,000 by check to National Children's Fund. So ഈ 5,000 രൂപ ATGക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നേരെ സൊല്യൂഷനിലേക്ക് ഇടുന്നു. ആദ്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 10,000, ഇൻകം ഫ്രം ബിസിനസ് ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്ന് എഴുതിക്കുന്നതാ കോട്ടേജ്, COTTAGE, കോട്ടേജ് എന്ന് എഴുതുക. ഓക്കെ. അപ്പം ഇതിനെ എൻറ്റയർലി ATPക്കകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻകം ഫ്രം അതർ ബിസിനസ്, ദെൻ കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതെല്ലാമാണ് ഈ പറഞ്ഞ PGBPയുടെ കീഴിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട് 25,000. ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഫ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2,33,000 കിട്ടുന്നു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആദ്യമായിട്ട് ATG ഡൊണേഷന്റെ 100% നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഏത് ഡൊണേഷനാണ് എന്ന് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടാണ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, അത് കാരണത്താൽ തന്നെ 100% അവിടെ കുറയ്ക്കാൻ പറ്റുന്നു. ദെൻ ATPക്കകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും
ആദ്യമായിട്ട് ഇൻകം ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, അത് കോട്ടേജ് അല്ലേ, കോട്ടേജ് COTTAGE, കോട്ടേജ് ആയാൽ തന്നെ 80,000 എൻറ്റയർലി കുറയ്ക്കാൻ പറ്റും. Then അടുത്തായിട്ട് ഇൻകം ഫ്രം കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ ഓഫീസ് മെമ്പേഴ്സ് 16,000 കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് എഴുതേണ്ട ഏതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി 16,000 അതും കുറയ്ക്കാൻ പറ്റും. ഇതിനുശേഷം അതർ ബിസിനസ് അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇവിടെ അതർ ബിസിനസ് 78,000 അതർ ബിസിനസ് ഉണ്ട് അല്ലെ. ഈ അതർ ബിസിനസ്സിന് അഗേൻസ്റ്റ് ആയിട്ട് 50,000 ഓർ 1 lakh കുറയ്ക്കാൻ പറ്റും. അതൊരു കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതുക. അതായത് ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടല്ലോ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതൊരു കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് കരുതുക. 1 ലക്ഷം വരെ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് കാരണത്താൽ എത്ര വരെ കുറയ്ക്കാം, നമുക്ക് 50,000 വരേക്കും കുറയ്ക്കാൻ പറ്റുന്നു. സോ മാക്സിമം അപ് ടു 50,000 കുറയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കുറയ്ക്കുമ്പോഴത്തേക്കും കുറയ്ക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം 66,000 കിട്ടുന്നു. ഈ 66,000 മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ 20% റേറ്റിലായിരിക്കണം ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 66,000 ആകുന്ന 25,000 കുറച്ച് കഴിയുമ്പോൾ ബാക്കി 41,000 ഉണ്ടല്ലോ, ആ 41,000 സ്ലാബ് റേറ്റിൽ ടാക്സ് ചെയ്യുന്നത്. ആദ്യത്തെ 10,000 10%, അടുത്ത 10,000 20%, അതിൻ്റെ മുകളിലുള്ള 21,000 30%. അങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ടാക്സ് പേയബിൾ 14,872 വരുന്നു. ഇവിടെയും എടുത്തു പറഞ്ഞേക്കുന്നത് എന്നതാ, ആസ് എ ഗ്രോസ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് 20,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ പറയുന്ന സൊല്യൂഷൻ എഴുതുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നോട്ട്സിൻ്റെ അകത്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ദെൻ ഇവിടെ TDS വരുന്നില്ല, TDS ഇസ് നോട്ട് ഡിഡക്റ്റബിൾ, ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പം ഈ പറയുന്ന ഇലിസ്ട്രേഷൻ നമ്പർ 3 ക്ലിയർ അല്ലേ? ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ ആണ് കാൺപൂർ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സോ ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടിപർപ്പസ് എന്ന് പറയുമ്പോൾ അതിന്റെ കീഴിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള ഓർത്തേക്കുക. ഹാസ് ഫോളോയിങ് ഇൻകം ഫോർ ദ ഇയർ എൻഡ് 31st March 2023. കമ്പ്യൂട്ട് ഇൻകം ആൻഡ് നെറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഇയർ 2023-24. ഓക്കെ, ആദ്യമായിട്ട് ഇൻകം ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി 1,45,900. ഓക്കെ, ഇവര് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ട് അതിന്റെ കീഴിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തുവാണ്. ഓക്കെ, അങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന 1,45,900 ഉണ്ടല്ലോ, കോട്ടേജ് ഇൻഡസ്ട്രി നടത്താം. ഇത് കോട്ടേജ് ഇൻഡസ്ട്രി അല്ല. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ പ്രോസസ്സിംഗ് നടത്താം. അതുമല്ല, ഇതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് ഇവിടെ നടത്തിയേക്കുന്നത്. മനസ്സിലായോ? സോ ഈ 1,45,900 എന്ന് പറയുന്നത് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റത്തില്ല. ATPക്കകത്ത് സ്ട്രൈറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഈ പറയുന്ന ATPക്കകത്ത് 50,000 ഓർ 1 lakh എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഇല്ലേ, ഒരു എമൗണ്ട് ഇല്ലേ, അത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമതായിട്ട് ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് 35,000. യെസ്, ഇത് നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഈ 35,000 കുറയ്ക്കാൻ പറ്റും. കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാരന് കിട്ടിയ ഡിവിഡൻഡ് 5,000 രൂപയാണ്. യെസ്, ഈ 5,000 രൂപയെ നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ടാക്സബിൾ ഇൻകം ഫ്രം ലെറ്റിംഗ് ഗോഡൗൺസ് ആർക്കാണ് ലെറ്റ് ചെയ്തേക്കുന്നത് എന്ന് നോക്കാം. ഫോർ സ്റ്റോറിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് കമ്മോഡിറ്റീസ്. അതാണ് അവിടുത്തെ ക്രൂഷ്യലായിട്ട് കമ്മോഡിറ്റീസിന്റെ സ്റ്റോറിങ് ആൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഗോഡൗൺസ് വാടക കൊടുത്തു. അതിൻ്റെ അതിന് കിട്ടിയ റെന്റൽ ഇൻകം, അതാണ് ഈ പറയുന്ന 7,000 റുപ്പീസ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ഇല്ലെങ്കിൽ ഇതും ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ ATP, അത് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്താൽ മതി. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്നാ പോയിന്റ് എന്ന് ഞാൻ പറയാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 4,500 റിസീവ്ഡ് ആണ്. റിസീവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് 10% TDS.
എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 90%. അപ്പോൾ ഈ 90%നെ ഗ്രോസ് അപ്പ് ചെയ്ത് നമുക്ക് 100% എടുക്കണം. എന്നിട്ട് ആ എമൗണ്ട് ആയിരിക്കണം നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് UP കോഓപ്പറേറ്റീവ് ബാങ്ക് ലക്നൗ. UP കോഓപ്പറേറ്റീവ് ബാങ്ക് മറ്റൊരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല പറഞ്ഞത്, കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടോ? യെസ്, ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് അതിനെ ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തേക്കുക. ദെൻ അടുത്ത പോയിന്റ്, റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ഈ റെന്റ് റിസീവ്ഡ് 10,000. ഈ 10,000ന്റെ കേസിൽ റെന്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ കേസ് നമ്മൾ കണ്ടായിരുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകം 20,000 കുറവാണ് എന്ന് കരുതുക. ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് തന്നെ 1,45,000 35,000 ഒക്കെ വലിയ വലിയ ഫിഗേഴ്സ് ഉള്ളപ്പോൾ ഇത് ഒരു കാരണവശാലും 20,000 കുറവല്ല. അത് കാരണത്തെ ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഈ പറയുന്ന 10,000 റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത് മനോഹരമാണ്. നോക്കിക്കേ, റെന്റ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ ഇത്? അല്ല, റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തിട്ടുകൊണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ 10,000 എടുത്തിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആസ് യൂഷ്വൽ റിസീവ്ഡ് എന്ന് പറയുന്ന വാക്ക് രണ്ട് സ്ഥലത്ത് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അത് കാരണം കെയർഫുൾ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഫോളോയിങ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത്, ഇനി ഫർദർ കാര്യങ്ങൾ പറഞ്ഞേക്കാണ്, നോക്കിയോ. ഫോളോയിങ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് debited to profit and loss account of the industry. കണ്ടോ, ഈ ഇൻകം ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഈ പറയുന്ന 1,45,900 ഉണ്ടല്ലോ, അവരുടെ P&L പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നതായിട്ടുള്ള ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ പല എക്സ്പെൻസിനെ ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഏതൊക്കെ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റിപ്പയർ 1,500. ആ 1,500 റിപ്പയർ ഡെബിറ്റ് ചെയ്ത് കാരണം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുക അല്ലെ. മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സസ് പെയ്ഡ് 1 lakh, അതും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണത്താൽ ആ 1,000 രൂപയും കൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. റെന്റ് കളക്ഷൻ ചാർജസ് 600, ഫയർ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 1000. സോ ഇത്രയും കാര്യം ഇതെല്ലാം ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ P&L-നകത്ത്. ഏത് P&L-നകത്താണ്? ഇൻകം ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് 1,45,900 ഇല്ലേ, ആ പറയുന്ന PGBP കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ P&L-നകത്ത് ഓൾറെഡി ഇത് ഡെബിറ്റ് ആയി എന്ന്. അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് കൊണ്ട് ഇത് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും എമൗണ്ടുകൾ ആഡ് ബാക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഇൻകത്തിനെ റീസ്റ്റേറ്റ് ചെയ്യണം, റീകാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ്, സൊസൈറ്റി ഡൊണേറ്റഡ് ബൈ ചെക്ക്. സൊസൈറ്റി ഡൊണേറ്റഡ് ബൈ ചെക്ക് 10,000 to UP ഗവൺമെന്റ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. UP ഗവൺമെന്റ് 10,000 രൂപ ഡൊണേഷൻ കൊടുത്തു. അപ്പം ഈ 10,000 രൂപയുടെ 50% അല്ലെ ATGക്കകത്ത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുക്കുന്നു. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്, അതിന്റെ 10,000 ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന മുനിസിപ്പൽ ടാക്സസ് 1000 രൂപ ഉണ്ടല്ലോ, അതിനെ മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് 1000 രൂപ കുറയ്ക്കുന്നു. അന്നേരം ആനുവൽ വാല്യൂ കിട്ടുന്നു. ആനുവൽ വാല്യൂവിന്റെ 30% ഓഫ് ആനുവൽ വാല്യൂ അണ്ടർ സെക്ഷൻ 24 നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ 6,300 കിട്ടുന്നു. ദെൻ 7,000 രൂപ. സോ 6,300 പ്ലസ് 7,000 കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 13,300 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ. രണ്ടാമതായിട്ട് അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടിയ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് PGBP ആണ്. PGBPയുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? റിപ്പയർ 1,500 ആഡ് ബാക്ക് ചെയ്യണം, മുനിസിപ്പൽ ടാക്സ് 1000 ആഡ് ബാക്ക് ചെയ്യണം, റെന്റ് കളക്ഷൻ ചാർജസ് 600 ആഡ് ബാക്ക് ചെയ്യണം, ഫയർ ഇൻഷുറൻസ് പ്രീമിയം 1000 ആഡ് ബാക്ക് ചെയ്യണം. യെസ്,
അത്രയും കാര്യങ്ങൾ കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യുന്നു. 4100 ആഡ് ബാക്ക് ചെയ്യുന്നു. സോ 1,45,900 കൂടെ ഇതിനെ ആഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ 1,50,000 കിട്ടുന്നു. അപ്പം നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഏതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഫസ്റ്റ് പോയിന്റിനകത്ത് പറഞ്ഞേക്കുന്ന ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഇൻകം എന്ന് പറയുന്നത് 1,50,000 ആണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള, അപ്പോൾ അത് പി ജി ബി പിയിലെ ഫസ്റ്റ് ഐറ്റമായി. അടുത്തായിട്ട് പി ജി ബി പിയിലെ രണ്ടാമത്തെ ഐറ്റം, ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു ഇറ്റ്സ് മെമ്പേഴ്സ് 35,000. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും പി ജി ബി പി 1,85,000 കിട്ടുന്നു. ഇനി അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അകത്ത് ഏറ്റവും ആദ്യമേ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ്, അത് 5,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്ന എഫ് ഡിക്കകത്ത് ഉള്ള ഇൻട്രസ്റ്റ് 3,000. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഈ റിസീവ്ഡ് എന്ന് പറയുന്നത് 4,500 ഗ്രോസ് അപ്പ് ചെയ്തു 5,000 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ്. അത് കാരണത്താൽ തന്നെയാണ് അവിടെ 10% TDS വന്നത്. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് 13,000 വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 2,11,300. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യമേ ചാപ്റ്റർ 6 ഡിഡക്ഷൻ്റെ അകത്ത് ഏറ്റവും ആദ്യമേ നമ്മൾ 80G 50% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് 10,000, ഈ 10,000 രൂപയാണല്ലോ ഡൊണേറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ 50% കുറയ്ക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ATP കുറയ്ക്കുന്നത്. ATPക്കകത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് കുറയ്ക്കാവുന്നത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, ആദ്യമായിട്ട് ലെറ്റിംഗ് ഔട്ട് ഓഫ് ഗോഡൗൺ 7,000 നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇല്ലേ? ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 35,000 അത് കുറയ്ക്കാൻ പറ്റും. ഡിവിഡൻഡ് ഫ്രം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി 5,000 കുറയ്ക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഫ്രം കോപ്പറേറ്റീവ് ബാങ്ക് 3,000 രൂപ അതിനെയും കുറയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളെ കുറയ്ക്കാൻ പറ്റത്തില്ലേ? പിന്നെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ 50,000 ഓർ 1 lakh ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് 50,000 ഏതിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കാരൻ നമുക്ക് 1,50,000 കിട്ടിയല്ലോ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടും 50,000 കുറയ്ക്കാൻ പറ്റുന്നു. സോ അങ്ങനെയാണ് ഈ പറയുന്ന 5,000, 3,000, 35,000, 7,000 ആൻഡ് ഇതുണ്ട് ഇവിടെ 50,000 കുറയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങൾ. സോ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 1 lakh ആണ് വരുന്നത്. 1 lakhും 80G 5,000 കൂടെ ചേർത്ത് 1,05,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടാക്സിബിൾ ഇൻകം 1,06,300 ആവുന്നു. ഈ 1,06,300 മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 10%, 20%, 30%. സോ നമ്മുടെ ടാക്സ് എമൗണ്ട് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ സർചാർജ് വരുന്നില്ല. 1 കോടി മേളിലാണെന്ന് വെച്ചാൽ ലെസർ ചാർജ് വരുന്നുള്ളൂ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%, എത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 30,046. മറക്കരുത്, നമ്മുടെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് മുകളിൽ ഒരു TDS ഉണ്ടായിരുന്നു. ആ TDSനെ നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് വെരി ക്രൂഷ്യൽ തിങ്. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. ദർ ഇസ് എവറി ചാൻസ് ദാറ്റ് ഈ ഒരു 500 വിട്ടുപോകാനുള്ള വലിയ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 500നെ ഒരു കാരണവശാലും കളയല്. അപ്പം ആ 500നെ കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി 29,546 കിട്ടുന്നത്. ഈ പറയുന്ന ATGയുടെ ക്വാളിഫയിങ് എമൗണ്ടിന്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ UP കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് കണ്ടോ. ഓക്കെ, RBIയുടെ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ പറയുന്ന ഇവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളല്ല. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അവർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു ഒരു ഷേപ്പിലുള്ളതാണ്. അവരുടെ നെറ്റ്വർത്ത് ഈസ് ലെസ് ദാൻ 1 lakh. ഈ നെറ്റ്വർത്ത് 1 lakhന്റെ മുകളിലേക്ക് പോവുകയാണ് എന്ന് കരുതുക, ഓട്ടോമാറ്റിക്കലി അതാണ് ഈ പറയുന്ന പ്രൈമറി കോപ്പറേറ്റീവ്
ബാങ്കുകളായിട്ട് മാറുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ഓഫ് ബാങ്കിങ് ബിസിനസ്. ട്രാൻസാക്ഷൻ ഓഫ് ബാങ്കിങ് ബിസിനസ് ആണ് അവരുടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പൽ ബിസിനസ് എന്നിട്ട് ശ്രദ്ധിച്ചോണേ, വെൻ ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് അറ്റൈൻ ദ ലെവൽ ഓഫ് ₹1 lakh, ഈ പറയുന്ന അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ്സും 1 lakhന്റെ ആ ഒരു ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി ബിക്കംസ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കായി മാറുന്നു എന്ന്. ഓക്കെ, അപ്പം ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആവുന്ന എൻവയോൺമെന്റ് RBI ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു നമുക്കുള്ള എങ്ങനെയാണ് എപ്പോഴാണ് ആവുന്നത് എന്നുള്ളതല്ല, അതൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാലും ശരി, ഡിവിഡൻഡ് ആണെന്ന് വെച്ചാലും ശരി, അത് നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഓർത്ത് വയ്ക്കുക. Raipur Cooperative Society Limited, Raipur, submits the following particulars of income. Income from credit facility to members. അത് നമുക്കറിയാം. ഈ 35,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. ഓക്കെ, ഇൻകം ഫ്രം ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ്, ഈ 35,000 ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തത്, ഇൻകം ഫ്രം ന്യൂ അണ്ടർടേക്കിംഗ് ഫോർ പവർ ജനറേഷൻ ആൻഡ് സപ്ലൈ which started production in 1/4/2016. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചാപ്റ്റർ 6A ഡിഡക്ഷനിലെ 80IA എന്ന് പറയുന്ന ഡിഡക്ഷൻ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എലിജിബിൾ ആണ്. 80IAക്കകത്ത് ശ്രദ്ധിച്ചോണേ, 80IAക്കകത്ത് 80IA എക്സംഷൻ ആപ്ലിക്കബിലിറ്റി, ഈ ആപ്ലിക്കബിലിറ്റിക്കകത്ത് നോക്കിക്കേ, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് 80IAക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അത് എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. Yes, the exemption amount is 100% of profit for first 5 years from the year of commencement of operation, and after that, after the initial 5-year period, the exemption amount reduced to 50% of profit for the next 5 years. So, ഇവിടെ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ ഈ പറയുന്ന year 1 to year 5, 100% ഓഫ് പ്രോഫിറ്റ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും 80IAക്കകത്ത്. ദെൻ year 6 to year 10 എത്രയാണോ പ്രോഫിറ്റ് അതിൻ്റെ 50% നമുക്ക് കുറയ്ക്കാൻ പറ്റും 80IAക്കകത്ത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. എന്ന് പറയുമ്പോഴത്തേക്കും 2016-17, then 17-18, 18-19, 19-20, and 20-21. So 2020-21 വരെ 1, 2, 3, 4, 5 ഈ പറയുന്ന 5 കൊല്ലം പ്രോഫിറ്റിന്റെ 100% ഈ 80IAക്കകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നൗ ശ്രദ്ധിച്ചോണേ, നമ്മൾ ഏത് ഇയറിലാണ് നിൽക്കുന്നത്? നമ്മൾ ഈ പറയുന്ന 2021 ശേഷം ശ്രദ്ധിച്ചോണേ, അസസ്മെന്റ് ഇയർ 23-24 എന്ന് പറയുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇയർ 22-23കകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന 100% ലിമിറ്റ് കഴിഞ്ഞിട്ട് 2021-22 ആൻഡ് 2022-23 ഈ പറയുന്ന 2022-23ലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഈ പറയുന്ന 40,000 ഉണ്ടല്ലോ, ഇതിന്റെ 50% നമുക്ക് 80IAക്കകത്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഇവർ 80IAക്കകത്ത്
എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ. ഡിഡക്ഷൻ 80IA അണ്ടർ സെക്ഷൻ പവർ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻറ്റയർ 40,000 കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ആക്ച്വലി സെയിം എൻറ്റയർ 40,000 ആണോ? അല്ല. ഈ പറയുന്ന 5 കൊല്ലം, ആദ്യത്തെ 5 കൊല്ലമാണ് ഇപ്പോൾ 100% കുറയ്ക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഈ 40,000 അല്ല, ഇവിടെ എത്രയാണ്? 20,000 ആണ് കുറയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഏതായാലും അത് ഓർത്തേക്കുക. ഇവർ ഈ പറയുന്ന ഡേറ്റ് എടുത്തത് ഈ ഡേറ്റ് 1/4/2016 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അത് എടുത്താണ് പറ്റിപ്പോയിരിക്കുന്നത്. ആ ഡേറ്റ് എഡിറ്റ് ചെയ്യാതെ ഈ പറയുന്ന എഡിഷൻ ഇറക്കിയതിന്റെ മിസ്റ്റേക്കാണ്. ഓക്കെ. ദാറ്റ് ഈസ് 80IA. അപ്പൊ ഏതായാലും 80IA അവിടെ നിൽക്കട്ടെ. ഞാനിപ്പം നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാം. ദെൻ അടുത്തതായിട്ടുള്ളത് ഇൻകം ഫ്രം മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് 17,000. അപ്പൊ ഈ 17,000 നമുക്ക് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഇത് നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അടുത്തത് പ്രോഫിറ്റ് ഓഫ് അതർ ബിസിനസ് അത് 1,18,700 ആണ്. ബ്രാക്കറ്റിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ടാക്സ് ഡിഡക്റ്റഡ് 17,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് കിട്ടണമെങ്കിൽ ഈ 17,000 പ്ലസ് ഈ പറയുന്ന 1,18,700 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പ്രോഫിറ്റ് ഓഫ് അതർ ബിസിനസ് കിട്ടുന്നത്. ഈ പ്രോഫിറ്റ് ഓഫ് അതർ ബിസിനസ് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന 50,000 റുപ്പീസ് ഓർ 1 lakh നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ റായ്പൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത് കാരണത്താൽ നമുക്ക് 50,000 വരെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തതായിട്ടുള്ള എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. അപ്പം മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് 10,000 റുപ്പീസ്, ഇതിനെയും നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. സോ ഈ 10,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റുന്നു. ഈ പറയുന്ന മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് ഹിസ് മെമ്പേഴ്സ് 17,000 കുറയ്ക്കാൻ പറ്റുന്നു. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് 35,000 നമുക്ക് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി 8,000 റുപ്പീസ്. യെസ്, ഈ 8,000 റുപ്പീസിനെ നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. റെന്റ് ശ്രദ്ധിച്ചോണേ, റെന്റ് എന്നിട്ട് ക്രൂഷ്യൽ ആയിട്ടുള്ള വാക്ക് എന്നതാണ്? റെന്റ് റിസീവ്ഡ്. വീണ്ടും റിസീവ്ഡ് ഉണ്ടല്ലോ നാട്ടുകാരെ. യെസ്, റെന്റ് റിസീവ്ഡ് ഫ്രം ലെറ്റിംഗ് വെയർഹൗസ് ഫോർ സ്റ്റോർ ഓഫ് കമ്മോഡിറ്റീസ്. യെസ്, നമുക്കറിയാം വെയർഹൗസിന്റെ അകത്തുനിന്ന് അത് എന്തിനു വേണ്ടിയാണ്? കമ്മോഡിറ്റീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന റെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ 60,000 കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് റെന്റ് റിസീവ്ഡ് ആണ്. റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ അകത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് സെക്ഷൻ 24-നകത്തുള്ള ആ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഒരു ഫോർമാറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ടിനാണ് ATPക്കകത്ത് നമ്മൾ കുറയ്ക്കുന്നത്. സാറേ ഇതിന്റെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അങ്ങനെയാണോ സാറേ? കുറച്ചായിരുന്നോ? നോക്കാം. നമുക്ക് ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ 4ാമത്തെ പോയിന്റ് അകത്ത് ടാക്സബിൾ ഇൻകം എന്നാണ് പറഞ്ഞേക്കുന്നത് ഫ്രം ലെറ്റിംഗ് ഗോ ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കമ്പ്യൂട്ടഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരുന്നു 7,000. അത് കാരണമാണ് നമ്മൾ ഈ 7,000-നെ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അകത്ത് ഇടാതിരുന്നത്. ഓക്കെ. ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് 5ാമത്തെ ക്വസ്റ്റിൻ്റെ അകത്ത് റെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കുന്നത് കാരണം ഈ 60,000 എടുത്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ATP കുറയ്ക്കാൻ പറ്റും. ദെൻ റെന്റ് റിസീവ്ഡ് ഫ്രം പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ടു എ ബാങ്ക്. ഓക്കെ. ഇവിടെ ബാങ്കിന് ഒരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് റെന്റ് കിട്ടിയിട്ടുണ്ട്. അത് 1,60,000 ആണ്. അതിനെയും ഈ പറഞ്ഞ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് എടുത്ത് അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, നമുക്കത് ചെയ്താൽ അപ്പോൾ ആദ്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഈ പറയുന്ന റെന്റ് ഓഫ് വെയർ ഹൗസ് 60,000. അതിൻ്റെ അകത്ത് 30% ആനുവൽ വാല്യൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും 42,000 കിട്ടുന്നു. പിന്നെ അടുത്തത് റെന്റ് ഫ്രം ബാങ്ക്, അത് 1,60,000 ആണ്. അതിൻ്റെ അകത്ത് 30% ആനുവൽ വാല്യൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും 1,12,000 കിട്ടുന്നു. നോ ഇപ്പം ഇവിടുത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1,54,000 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഈ 42,000 ഉണ്ടല്ലോ, ഏതാണ്? റെന്റ് ഓഫ് വെയർ ഹൗസ് എന്തിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നതാണ്? ഫോർ സ്റ്റോറിങ് ഓഫ് കമ്മോഡിറ്റീസിന് യൂസ് ചെയ്തേക്കുന്ന
റെന്റ് വെയർ ഹൗസിന്റെ 42,000 നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും. നോക്കിക്കേ, വെയർ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് 42,000 കുറച്ചേക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഫർദർ. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതായിരുന്നു ആദ്യത്തേത്, അത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസിന്റെ അകത്ത് ആദ്യമായിട്ടുള്ളത് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 35,000 അതിനെ എടുക്കുന്നു. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് 35,000 എടുക്കുന്നു. പവർ ജനറേഷൻ നമ്മൾ ATIA എടുത്തല്ലോ, ആ ഒരു പവർ ജനറേഷന്റെ ഇൻകം 40,000 എടുക്കുന്നു. മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓഫ് മെമ്പേഴ്സ് 17,000 എടുക്കുന്നു. ദെൻ അതർ ബിസിനസിന്റെ അകത്ത് മറക്കരുത്, അതർ ബിസിനസിന്റെ അകത്ത് ഈ പറയുന്ന അഡ്വാൻസ് ടാക്സ് ഉണ്ട്. അഡ്വാൻസ് ടാക്സ് ഡിഡക്റ്റഡ് 17,000 ഉണ്ട്. അപ്പൊ ആ 17,000 കൂടെ ആഡ് ചെയ്യണം. ആ 17,000 പ്ലസ് 1,18,700 ടോട്ടൽ ചെയ്യുമ്പോൾ 1,35,700 കിട്ടുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ഫ്രം ബിസിനസ് ഉള്ളത്. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 2,27,700 കിട്ടുന്നു. പിന്നെ അടുത്തതായിട്ടുള്ളത് ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഈ പറയുന്ന 10,000ഉം 8,000 ഇത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് 18,000. ഈ 18,000 എൻറ്റയർ ആയിട്ട് നമുക്ക് ATPക്കകത്ത് കുറയ്ക്കാൻ പറ്റും അല്ലെ? നോക്കിക്കോ, ഇവിടെ ഈ ഇൻട്രസ്റ്റ് കണ്ടോ, 10,000ഉം 8,000ഉം രണ്ടും കുറച്ചേക്കുന്നുണ്ടോ? ദെൻ അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു 3,99,700. അതിൻ്റെ അകത്ത് ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആദ്യമായിട്ട് ATIA പവർ ജനറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ആ 40,000 എൻറ്റയർലി ഇവിടെ കുറച്ചിട്ടുണ്ട്. ആക്ച്വലി 20,000 കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് 40,000 എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്തു, പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, പക്ഷെ ATIAക്കകത്ത് 20,000 വരെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്. സിൻസ് ആ ഒരു 5 ഇയർ കഴിഞ്ഞത് കാരണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. പിന്നെ അടുത്തതായിട്ട് ATPക്കകത്തുള്ള ഡിഡക്ഷൻ. ഏറ്റവും ആദ്യമേ ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ്. ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് ഇവിടെ ഈ പറയുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെമ്പേഴ്സ് 35,000 അത് കുറയ്ക്കാൻ പറ്റും. ദെൻ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ടു മെമ്പേഴ്സ് 17,000 ഇതും കുറയ്ക്കാൻ പറ്റും. സോ 35,000 കുറയ്ക്കാൻ പറ്റും, 17,000 കുറയ്ക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ലാസ്റ്റ് അതർ ബിസിനസ്സിന് ലാസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം. ലാസ്റ്റിൽ അതർ ബിസിനസ് 50,000 വരേക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കണ്ടായിരുന്നു ഇതൊരു ഒരു കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, അത് കാരണത്താൽ 50,000 വരെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് എന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടും 1,97,700. അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു 56,310. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കാര്യങ്ങളെല്ലാം ടോട്ടൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 58,562. അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും മറക്കരുത്, അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞേക്കുന്ന എമൗണ്ടിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടുന്നത് 41,562. ഈ 41,562നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് 41,560. അപ്പൊ അങ്ങനെ ആദ്യത്തെ 5 ഇല്ലുസ്ട്രേഷൻസ് ക്ലിയർ അല്ലേ മക്കളെ? ദിസ് ഇസ് ക്ലിയർ.